അപ്പം നേരത്തെ നമ്മൾ ഫ്ലൈ ആഷിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പോൾ ഇതിനി ഉപയോഗിക്കുന്ന 2 രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ ഈ സിമെൻറ്റ് ഫാക്ടറീസിലൊക്കെ ക്ലിങ്കറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫ്ലൈ ആഷ് ഒരു അഡ്മിക്സ്ചറായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇനി അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫൈൻ ഗ്രൈൻഡ് മെറ്റീരിയലായിരിക്കും, അതുപോലെ സ്പെറിക്കൽ മെറ്റീരിയലായിരിക്കും, ഗ്ലാസി പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇറഗുലർ അല്ലെങ്കിൽ ആംഗുലർ പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കാരണം അത് ആഷസ് അല്ലേ, അതുകൊണ്ട് അങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്. പിന്നെ അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഫൈനോ കോഴ്സറോ ആയിരിക്കാം ദാൻ OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനേക്കാൾ ഫൈനറോ അല്ലെങ്കിൽ കോഴ്സറോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ 10 to 100 മൈക്രോൺസ് ആണ് സൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ കോമ്പോസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഈ തന്നേക്കുന്ന ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ കളറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാൻ ടു ഡാർക്ക് ഗ്രേ ആയിരിക്കും. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കളറ് പറയുന്നത്. അതായത് ഇപ്പം ലൈൻ കണ്ടൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ടാൻ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അയൺ കണ്ടൻറ്റ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ബ്രൗണിഷ് കളറായിരിക്കും ഉണ്ടാവുക. അൺബേൺഡ് കണ്ടൻറ്റ് ആണ് കൂടുതൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ടായിരിക്കും കാണുന്നത്. ഇനി ഫ്ലൈ ആഷിൻ്റെ ഫൈനസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിപ്പം നമ്മളോരോ സീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഡ്രൈ സീവും ചെയ്യും, വെറ്റ് സീവും ചെയ്യും. അങ്ങനെയാണ് അതിനെ നമ്മൾ കൂടുതലും മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ഫൈനസ് കണ്ടുപിടിക്കുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി, ഫ്ലൈ ആഷിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.90 ആയിരിക്കും. ബിറ്റുമിനസ് ആഷിൽ വരുന്നത് റിച്ച് ബിറ്റുമിനസ് ആഷ് ആണെന്നുണ്ടെങ്കിൽ 2.96 ആയിരിക്കും വരിക. പിന്നെ അത് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനുണ്ട്, ക്ലാസ് എഫും ക്ലാസ് സിയും. ക്ലാസ് എഫിനകത്താണെന്നുണ്ടെങ്കിൽ ആന്ത്രസൈറ്റും ബിറ്റുമിനസ് കോളും ആയിരിക്കും ബേൺ ചെയ്തിട്ടായിരിക്കും അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്ലാസ് സി ആണെന്നുണ്ടെങ്കിൽ ലിഗ്നൈറ്റും അതുപോലെ സബ് ബിറ്റുമിനസ് കോളും ബേൺ ചെയ്തിട്ടായിരിക്കും ക്ലാസ് സി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ IS സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് 2 ഗ്രേഡ് പറയുന്നുണ്ട്, ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ കൂടി നോക്കി വെച്ചിരുന്നാൽ മതി. ഒരു 4 കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി. എഫക്ട്സ്, ഫ്രഷ് കോൺക്രീറ്റിലും ഹാർഡൻ കോൺക്രീറ്റിൻ്റെയും എഫക്ട്സ് നോക്കണം. അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. ഫ്രഷ് കോൺക്രീറ്റിലെ എഫക്ട്സ് എന്ന് പറയുന്നത് വാട്ടർ ഡിമാൻഡ്, ബ്ലീഡിങ് ആൻഡ് ശ്രിങ്കേജ്, ടെമ്പറേച്ചർ. വാട്ടർ ഡിമാൻഡ് എന്ന് പറയുമ്പം നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലൈ ആഷാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വെള്ളം കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആകുമ്പോൾ അത് ശ്രിങ്ക് ചെയ്യില്ലേ, അതൊക്കെ നമുക്ക് ആ കണ്ടീഷൻസൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ടെമ്പറേച്ചർ, സിമെൻറ്റിന് പകരം നമുക്ക് ഫ്ലൈ ആഷ് ചേർക്കുമ്പോൾ ഫ്രഷ് കോൺക്രീറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹാർഡൻ കോൺക്രീറ്റിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഗെയിൻ, ഡെൻസിറ്റി, റെസിസ്റ്റൻസ്, ഡ്യൂറബിലിറ്റി. അപ്പോൾ സ്ട്രെങ്ത് ഗെയിൻ എന്ന് പറയുമ്പം പൊസ്ലാനിക് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് ഒരു ഇനിഷ്യൽ സ്ട്രെങ്ത് കുറവായിരിക്കും, പക്ഷേ അത് പോകെ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെൻസിറ്റി, അതായത് കോൺക്രീറ്റ് നല്ല ഡെൻസിറ്റി ഉള്ളതാകും ഈ പൊസ്ലാനിക് റിയാക്ഷൻ നടക്കുന്നത് കാരണം. പിന്നെ ഇതിൻ്റെ പെർമിയബിലിറ്റി കുറയ്ക്കും. പിന്നെ റെസിസ്റ്റൻസ്, ക്യൂറിങ് ചെയ്ത ഫ്ലൈ ആഷ് കോൺക്രീറ്റ് കെമിക്കലിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡ്യൂറബിലിറ്റി, സൾഫേറ്റ് അറ്റാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൾഫേറ്റ് അറ്റാക്ക്, ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ, ഇതൊക്കെ കൊണ്ടുണ്ടാവുന്ന ക്രാക്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്കണോമിക്കലാണ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, അതായത് വേസ്റ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത് നമ്മൾ റീയൂസ് ചെയ്യുകയല്ലേ ചെയ്യണം. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ പെർമിയബിലിറ്റി ഉണ്ട്. പിന്നെ തേർമൽ ക്രാക്കിംഗ്, അതായത് കോൺക്രീറ്റ് സെറ്റാവുന്ന സമയത്ത് ഒരു ചൂട് അവിടെ ഉണ്ടാവുമല്ലോ, ഒരു ടെമ്പറേച്ചർ അവിടെ കൂടുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ക്രാക്സ് കാര്യങ്ങളൊക്കെ അവിടെ അവോയ്ഡ് ചെയ്യും. പിന്നെ നല്ല വർക്കബിലിറ്റിയും ഫിനിഷിങ്ങും ആയിരിക്കും ഉണ്ടാവുക. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഫ്ലൈ ആഷിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലോ ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺക്രീറ്റിനെ ബാഡായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ക്വാളിറ്റി കുറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ആ ഓരോ ഹോൾസ് പാത്തുകൾ കാര്യങ്ങളെ ഉണ്ടാവുമല്ലോ, അതിനെ കൂടാനായിട്ട്, അതായത് ആ ഒരു ഹോൾസ് കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ സെലക്ഷൻ, എല്ലാതരം ഫ്ലൈ ആഷും നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം വേണം നമുക്ക് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യാനായിട്ട്.